മനുഷ്യമൃഗശാലകൾ എന്ന് കേട്ടിട്ടുണ്ടോ? മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ മൃഗശാലകളിൽ പ്രദർശിപ്പിച്ചിരുന്ന ഒരു അസ്വാഭാവിക ചരിത്ര പരിപാടിയാണ് മനുഷ്യമൃഗശാലകൾ. നരവംശശാസ്ത്ര പ്രദർശനങ്ങൾ, വംശശാസ്ത്ര പ്രദർശനങ്ങൾ എന്നിങ്ങനെയും ഇത് അറിയപ്പെട്ടു. പ്രധാനമായും 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും യൂറോപ്പിലും അമേരിക്കയിലും നിലനിന്നിരുന്ന ഈ പ്രകടനം കൊളോണിയലിസം, വംശീയത, സാമൂഹിക ഡാർവിനിസം തുടങ്ങിയ ചിന്തകളിൽ ആഴമായി വേരൂന്നിയതായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ കോളനിക്കാർ പിടിച്ചടക്കിയ ഭൂപ്രദേശങ്ങളിലെ തദ്ദേശവാസികളെ വിശേഷതയുള്ള കാഴ്ചകളായി കാണിച്ചു തുടങ്ങിയതിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. മനുഷ്യരെ കൂട്ടിലടച്ച് കൃത്രിമമായി നിർമ്മിച്ച വംശീയ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവിടെ അവരുടെ ജീവിത രീതി, വസ്ത്രധാരണങ്ങൾ തുടങ്ങിയവ പ്രദർശിപ്പിച്ചിരുന്നു. 1889-ലെ പാരീസ് ലോകമേളയിലാണ് ഈ പ്രതിഭാസം ശക്തിയേറിയതായി മാറിയത്. അവിടെ 400-ലധികം തദ്ദേശവാസികളെ പ്രദർശിപ്പിച്ചിരുന്നതായി രേഖകളുണ്ട്. അതിന് കാഴ്ചക്കാരായത് ഏകദേശം 28 ദശലക്ഷം ആളുകൾ. മനുഷ്യമൃഗശാലകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടവർ ആഫ്രിക്കക്കാരും ഏഷ്യക്കാരും ലാറ്റിൻ അമേരിക്കക്കാരും തദ്ദേശീയരുമായിരുന്നു.